പിണറായി സർക്കാരിനെ കുറിച്ച് മുസ്ലിം ലീഗ് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കള്ളത്തരങ്ങളെയും പൊള്ളത്തരങ്ങളെയും പൊളിച്ചടുക്കി വിട്ടിട്ടുണ്ട് ജിഫ്രി തങ്ങൾ. മൂന്നാമതും പിണറായി സർക്കാർ തന്നെ കേരളത്തിൽ വരണമെന്ന് തറപ്പിച്ചു പറയുകയാണ് ജിഫ്രി തങ്ങൾ. ഇത് സത്യത്തിൽ മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ UDF-നും വെക്കുന്ന ഏറ്റവും വലിയ പ്രഹരം തന്നെയാണ്. രാജ്യത്തെ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മളെ പിന്നിലുള്ളവർ നമ്മളിൽ അർപ്പിച്ചതായ ഒരു വിശ്വാസമുണ്ടാവും. ആ വിശ്വാസം നിറവേറ്റാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ഭരണകർത്താവിന്റെ ഏറ്റവും വലിയ കഴിവ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് ഭരണീയർക്കുണ്ടായ ആ ഭയം അത് പൂർണ്ണമായും കൊണ്ട് അത് ഇല്ലാതെയാക്കാൻ, അത് ദൂരീകരിക്കാൻ ആവശ്യമാവുന്ന പ്രസ്താവനകളും പ്രവർത്തനങ്ങളുമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴത്തു തന്നെ പല ആളുകളും പല രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരായി കൊണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. നമ്മളെ കേരള ഗവൺമെന്റും കേസ് ഫയൽ ചെയ്തു. പത്രങ്ങളിലൊക്കെ, ദേശീയ പത്രങ്ങളിലൊക്കെ ഇതൊരു വലിയ സംഭവമായി കൊണ്ടിട്ട് അതിന്റെ പരസ്യം നൽകി. ധൈര്യമായ നിലക്ക് ഈ രംഗത്ത് വളരെയധികം ശക്തിയോടുകൂടി നിലനിൽക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അതിൻ്റെ ഒരു പ്രകടനമാണ് ഇവിടെ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റൊരറ്റം വരെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സഞ്ചരിച്ച് ഒരു ഭരണകർത്താവ് ചെയ്യേണ്ടതായ ഉത്തരവാദിത്വം പൂർണ്ണമായും കൊണ്ടും അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നേതാവാകുമ്പോൾ ആ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആ നേതാവിന്റെ പിന്നിൽ അണിനിരന്ന അണികൾക്ക് വേണ്ട ധൈര്യവും സ്ഥൈര്യമൊക്കെ നൽകി അവർ ഭയവിഹലരായി കൊണ്ടിട്ട് അവർ പേടിച്ച് ജീവിക്കുമ്പോൾ അവരെ പേടി അകറ്റാനും അത് ദൂരീകരിക്കാനും ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ ഏതൊരു നേതാവും ചെയ്യണം. അത് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഇവിടെ ലോകം ഭരിച്ച പല നേതാക്കന്മാരും ഈ സ്വഭാവമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ സ്വഭാവം ഇല്ല എന്നുള്ളത് ഒരു നേതാവിന്റെ ഗുണമല്ല. ഈ സ്വഭാവം ഉണ്ടാവണം ഒരു നേതാവിനിക്ക്. അതാണ് ഇവിടെ ഏറ്റവും നമുക്ക് ആദ്യമായി കൊണ്ട് പ്രശംസിക്കപ്പെടേണ്ടതായ ഒന്ന്. ജിഫ്രി തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% ശരിയാണ്. ഒരു കാലത്തും ഒരു ഭരണകർത്താവും ചെയ്യാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പിണറായി സർക്കാർ കേരളത്തിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്.